എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബേക്കിംഗ് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്ന് ചെയ്യുന്നത് വാനില കേക്കാണ്. ഇതൊരു ടീ കേക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കേക്കാണ്. നമ്മൾ ഐസിങ് ചെയ്യുന്ന കേക്കല്ല. ഐസിങ് കേക്കിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെക്കണം. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ ബേക്കിംഗ് ട്രേ ഒന്ന് ലൈൻ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഒരു സ്ക്വയർ ടിന്നാണ് എടുത്തിരിക്കുന്നത്. 7x7 ഇഞ്ചിൻ്റെ ട്രേ ആണ്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്കിംഗ് പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് മെഷർമെൻ്റ് എടുക്കാം. ഒരു പെൻസിൽ വെച്ചിട്ടോ പെൻ വെച്ചിട്ടോ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് ആ ഒരു ലൈനിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8 ഇഞ്ചിൻ്റെയോ 9 ഇഞ്ചിൻ്റെയോ റൗണ്ട് ടിൻ എടുത്താലും മതി. ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ വന്നിട്ട് നോൺ സ്റ്റിക്ക് പാനാണ്. നോൺ സ്റ്റിക്കിന് പകരം അലുമിനിയം പാൻ എടുത്താലും പെർഫെക്റ്റായിട്ട് തന്നെ കേക്ക് കിട്ടും. അപ്പോൾ നമ്മളിനി സൈഡിലേക്ക് വെക്കാനുള്ള പേപ്പറും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരേ രീതിയിലുള്ള 4 കട്ടുകളായിട്ട് ഒരു 7 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടിന്നിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു ബേക്കിംഗ് പേപ്പർ അതിൽ കറക്റ്റായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയുള്ളൂ. ഇതൊരു നോൺ സ്റ്റിക്ക് ടിന്നായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ ബേക്കിംഗ് പേപ്പർ ഒട്ടിക്കുമ്പോൾ അത് ഒട്ടിപ്പിടിച്ചിരിക്കില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഒന്നുകിൽ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ഒന്ന് സൈഡിലൊന്ന് തൂത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ സൈഡിലേക്കുള്ള പേപ്പർ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്തെടുക്കുമ്പോഴാണ് നന്നായിട്ട് ആ ഒരു ബ്രൗണിങ് ഒക്കെ നടക്കുന്നത്. അതുമാത്രമല്ല നമ്മൾ കേക്ക് ഡിമോൾഡ് ചെയ്യാൻ നേരത്ത് വളരെ ഈസിയാണ് നമ്മൾ ബേക്കിംഗ് പേപ്പർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സൈഡിലായിട്ട് നമ്മൾ നെയ്യ് ഒന്ന് തടവിയിട്ടാണ് ഇപ്പോൾ സൈഡിലെ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് സ്റ്റിക്കായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതിങ്ങനെ മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്ത് മാറ്റി വെക്കണം. എല്ലാം മെഷർ ചെയ്ത് മാറ്റി വെച്ചിട്ട് വേണം കേക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് മെഷർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കണം. അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് എല്ലാത്തിനെക്കുറിച്ചും വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെയിങ് സ്കെയിൽ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്കെയിലിലേക്ക് പാത്രം എടുത്ത് കൊടുത്തതിന് ശേഷം പാത്രത്തിനൊരു വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ പാത്രം വന്നിട്ട് 1/2 കിലോ ഉണ്ട്. അപ്പോൾ അതൊന്ന് 0 ആക്കിയിട്ട് വേണം നമ്മളതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. മൈദയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 225 ഗ്രാം മൈദയാണ് ചേർക്കുന്നത്. ഇതിൽ 1.25 കപ്പ് വരും. കറക്റ്റ് 225 ഗ്രാം നമ്മൾ അളന്നെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഏകദേശം നമ്മൾ ചേർക്കേണ്ടത്. ഒരു 5 ഗ്രാമാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കതെങ്ങനെയാണ് മെഷർ ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ മെഷറിങ് സ്പൂൺസ് വേണം. അപ്പോൾ അതിൽ 1 ടീസ്പൂൺ എടുക്കുക. അതിനുശേഷം നമുക്ക് ഇതെങ്ങനെയാണ് നമുക്ക് കോരി എടുക്കുന്നത് നോക്കാം. പല രീതിയിൽ നമുക്ക് 1 ടീസ്പൂണിൽ നിറയ്ക്കാം, കുത്തി നിറയ്ക്കാം, അതുപോലെ ലൂസായിട്ട് നിറയ്ക്കാം. അപ്പം നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്പൂണൊന്ന് അതിലേക്ക് ഇട്ടിട്ട് ഒരു കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നൈഫ് വെച്ചിട്ടോ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതാണ് 1 ടീസ്പൂൺ. അപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3 ഗ്രാമാണ് അത് വന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് ശരിക്കും 5 ഗ്രാമാണ് വേണ്ടത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, മെഷറിങ് സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് അളവിൽ കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ചേർക്കുമ്പം ഒരുപാട് കൂടരുത്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ടയുടെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മുട്ട മെഷർ ചെയ്ത് ചേർക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ മുട്ടയും കൂടെ ഒന്ന് മെഷർ ചെയ്ത് എടുക്കുന്നത്. അപ്പം പല സൈസിലുള്ള മുട്ടകൾ കിട്ടും, വലുത് ചെറുതൊക്കെ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 50 ഗ്രാമിനുള്ളിൽ വരുന്നൊരു മുട്ടകളാണ്. ഞാൻ അവസാനത്തെ മുട്ട പൊട്ടിച്ചൊഴിച്ചപ്പോൾ അതിനകത്ത് 2 ഉണ്ണികളുണ്ടായിരുന്നു. 2 ചെറിയ ഉണ്ണികളാണ്, അത് കുഴപ്പമില്ല. പിന്നെ മുട്ടയുടെ മഞ്ഞ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 50 ഗ്രാം വന്നിട്ടുണ്ട് ആ ഒരു മുട്ട. അപ്പോൾ 50 ഗ്രാമിൽ കുറയാത്തുള്ള മുട്ട ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ട എപ്പോഴും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് വേണം നമ്മൾ കേക്കിലേക്ക് ചേർക്കാൻ. കേക്കിലേക്ക് ഡയറക്റ്റ് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ മുട്ടയുടെ തോട് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ കേക്ക് ഒരു ടീ കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് പാല് ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പാല്. ഇത് നന്നായിട്ട് തണുത്ത പാലാണ്. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ടാണ് അതിലേക്ക് ചേർക്കുന്നത്. ഒരുപാട് ചൂടാകരുത്, ഒരു ലൂക്ക് വാം രീതിയിൽ ചൂടാക്കിയിട്ടാണ് നമ്മൾ ചേർക്കേണ്ടത്.
ഇനി നമുക്ക് പഞ്ചസാര അളന്നെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ 225 ഗ്രാമാണ് മൈദ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 കപ്പോളം പഞ്ചസാര നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. അതായത് ഒരു 200 ഗ്രാം വരെ നിങ്ങൾക്ക് പഞ്ചസാര ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരുപാട് മധുരം വേണ്ട എന്നുള്ള രീതിയിൽ ഒരു 3/4 കപ്പ്, അതായത് 155 ഗ്രാം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാര വന്നിട്ട് വളരെ ചെറിയ തരികളുള്ള പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഞ്ചസാര കൂടുതൽ വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര അലിയില്ല. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പം പഞ്ചസാര കട്ടിയായിട്ട് കേക്കിൻ്റെ കോർണേഴ്സിലൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ പഞ്ചസാര ഒരു 155 ഗ്രാമാണ് ചേർക്കുന്നത്. ഒരുപാട് മധുരം വേണമെന്നുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 200 ഗ്രാമും അതുപോലെ 1 കപ്പും ചേർക്കാവുന്നതാണ്. ഞാനത് പൊടിക്കാതെയാണ് ചേർക്കുന്നത്, കാരണം ഈ പഞ്ചസാര വന്നിട്ട് വളരെ ചെറിയ തരികളുള്ള പഞ്ചസാരയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഓയിലാണ്. റിഫൈൻഡ് ഓയിലാണ് നമ്മൾ എടുക്കുന്നത്. ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഓയിലാണ്. അപ്പോൾ ഇതൊരു 1/4 കപ്പ് എടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾക്ക് 1/4 കപ്പും മുതൽ 1/2 കപ്പ് വരെ ഓയിൽ എടുക്കാവുന്നതാണ്. കൂടുതൽ മോയിസ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഓയിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ 1/2 കപ്പ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. അതും അവിടെ മെഷർ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ ടേസ്റ്റൊക്കെ മാറി ഒരു വാനില ഫ്ലേവർ കൊടുക്കുന്നത് വാനില എസൻസ് ആണ്. അപ്പോൾ അത് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ എസൻസ് രണ്ടും കിട്ടും. അപ്പോൾ രണ്ടാണെങ്കിലും നിങ്ങൾ 1 ടീസ്പൂണാണ് ചേർക്കേണ്ടത്. ഇനി ഇതൊന്നും അല്ലാതെ വാനില ഷുഗർ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള ഷുഗറാണ്. ഇതും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അതാണെങ്കിലും നിങ്ങൾ 1 ടീസ്പൂൺ ചേർത്താൽ മതി. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക എന്നുള്ള സ്റ്റെപ്പാണ്. നമ്മൾ മിക്സിങ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓവനിൽ കുറേ സെറ്റിങ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ സാധാരണ സെറ്റ് ചെയ്യുന്ന സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ആൻഡ് ബോട്ടം കോയിൽ ഹീറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. പല ഓപ്ഷൻസും ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇത് ടോപ്പ് ആൻഡ് ബോട്ടം ഹീറ്റ് എന്ന് പറഞ്ഞുള്ള 2 കോയിലും ഹീറ്റാക്കുന്ന ഓപ്ഷനാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ടെമ്പറേച്ചർ ഞാൻ 180 ഡിഗ്രി, അതായത് 180 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ എത്ര ഡിഗ്രിയിലാണോ കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേ ഡിഗ്രിയിലും അതേ സെറ്റിങ്സിലും വേണം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ടൈമർ ഒരു 15 മിനിറ്റ്സ് ആണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. നമ്മളൊരു കേക്ക് മിക്സിംഗ് ഒക്കെ ഒരു 15 മിനിറ്റ്സ് കൊണ്ട് കഴിയും. അപ്പോഴത്തേക്കും ഓവൻ പ്രീ ഹീറ്റായി കിടക്കും. ഒരിക്കലും പ്രീ ഹീറ്റ് ചെയ്യാത്ത ഓവനിലേക്ക് കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കരുത്, കേക്ക് റെഡിയാവില്ല. അപ്പോൾ നമുക്കതവിടെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ വെച്ചു. ഇതാണ് പ്രീ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ OTG ഓവനാണ്. OTG പ്ലസ് കൺവെക്ഷൻ രണ്ടും കൂടെ വരുന്നൊരു കോമ്പിനേഷൻ മോഡലുള്ള ഓവനാണ്. ഇനി നമുക്ക് ബാറ്റർ മിക്സ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലൊരു ഇലക്ട്രിക് ബീറ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇതുപോലൊരു വിസ്കും എടുക്കാം. വിസ്ക് എടുക്കുമ്പം കൂടുതൽ സമയമെടുത്ത് ബീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് ബീറ്ററാണ് എടുക്കുന്നത്. നമ്മൾ ഓവൻ ഇല്ലാതെ ബേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അപ്പം ബീറ്റർ നിങ്ങൾ വാങ്ങിയോ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കണ്ടവരെല്ലാം ഒന്നും കമൻറ്റ് ചെയ്തിട്ടില്ല. കുറച്ചധികം പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ഗ്ലാസ് ബോളാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസ് തന്നെ എടുക്കണമെന്നില്ല, സ്റ്റീലായാലും മതി. ഒട്ടും തന്നെ വെള്ളമയം ഒന്നും പാടില്ല. ആദ്യം തന്നെ നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. പിന്നെ ഒരുപാട് പേര് കേക്ക് ഉണ്ടാക്കിയിട്ട് പറയുന്നൊരു കാര്യമാണ് കേക്ക് ഉണ്ടാക്കിയപ്പോൾ മുട്ടയുടെ ചുവ വരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഈ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. മുട്ട എത്ര നല്ലോണം ബീറ്റ് ചെയ്യുന്നോ അത്രയും നല്ലതായിരിക്കും നമ്മുടെ കേക്ക്. അതുപോലെ മുട്ടയുടെ മണമൊന്നും കേക്കിൽ വരില്ല. അപ്പം മഞ്ഞ കളറിലാണ് ഇപ്പോൾ ഈ മുട്ടയുള്ളത്. അപ്പോൾ ഇനി ഈ മുട്ടയുടെ കളർ ഒരു ലൈറ്റ് യെല്ലോ കളർ ആകുന്നവരെ നന്നായിട്ടിത് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഹൈ സ്പീഡിലിട്ട് 2 മുതൽ 3 മിനിറ്റ് വരെയാണ് ഇത് ബീറ്റ് ചെയ്യേണ്ടത്. മുട്ട ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ മുട്ട എത്രത്തോളം ബീറ്റ് ചെയ്യുന്നോ അത്രയും നല്ല സോഫ്റ്റായിട്ട് കേക്കും കിട്ടും. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ ക്ലാസ്സിൻ്റെ ഇവിടെ 3 കുഞ്ഞ് സ്റ്റുഡൻസും കൂടെ ഉണ്ട്. 2 പേര് എൻ്റെ മക്കളും, ഒരാൾ നെയ്ബറുമാണ്. അപ്പോൾ ഇവരാണ് ഇന്നെൻ്റെ ഓഡിയൻസ്. അപ്പോൾ നമുക്ക് മിക്സിങ് തുടരാം.
നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാണാം ഒരു മഞ്ഞ കളറൊക്കെ മാറിയിട്ട് ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട്. മുട്ട നന്നായിട്ടൊന്ന് ഫ്ലഫ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 മിനിറ്റ് തന്നെ കൃത്യം നമുക്കിത് ബീറ്റ് ചെയ്യണം. ഇനി ഇത് നന്നായിട്ട് ബീറ്റായതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ തരികളുള്ള പഞ്ചസാര ആയതുകൊണ്ട് തന്നെ പഞ്ചസാര അലിയുന്ന വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്നുകൂടെ ഇത് കുറുകി വരും. അങ്ങനെ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തിട്ട് ഒരുപാടങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആകുന്ന രീതിയിൽ ബീറ്റ് ചെയ്ത് എടുക്കണം. ബീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കും. നമുക്കിനി പാലും കൂടെ ചേർക്കാനുണ്ട് ലിക്വിഡായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റിൽ. അപ്പോൾ അത് നമുക്ക് പൊടി ഒന്ന് ഇതിലേക്ക് അരിച്ച് ചേർത്തിട്ട് പാലും കൂടെ ചേർക്കാം. ഈ പാലെന്ന് പറയുന്നത് നമ്മൾ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതും നിങ്ങൾക്ക് 1/2 കപ്പ് വരെ എടുക്കാവുന്നതാണ്. അങ്ങനെ ഓയിലും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമ്മളൊരു അരിപ്പയിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും കൂടിയിട്ടുള്ള കൂട്ട് ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇങ്ങനെ അരിച്ചിട്ട് തന്നെ ഇതിൽ ചേർക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ കട്ടയായിട്ട് അവിടെ ആയിട്ട് കിടക്കും. അപ്പം കറക്റ്റായിട്ട് ബേക്കായി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ അരിച്ച് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു പാലും കൂടെ ഈ സമയത്തേക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ ബീറ്റർ വെച്ചിട്ട് തന്നെ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. ആ പൊടി എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ സ്പീഡിലാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ കൈവച്ച് ഫോൾഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ബാറ്ററിൻ്റെ ഒരു ഫ്ലഫിനെസ് പോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ഫോൾഡ് ചെയ്ത് എടുക്കുന്നത്. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുള്ള കാര്യം. ഇനി നമുക്കൊരു സ്പാറ്റുല എടുത്തിട്ട് ആ സൈഡിൽ ഇരിക്കുന്ന മിക്സ് ആകാത്ത പൊടിയും എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തെടുക്കുന്ന രീതി എന്ന് പറയുന്നത് പല ഡയറക്ഷനിലിട്ട് മിക്സ് ചെയ്യാതെ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്തെടുക്കുന്നതിനാണ് ഫോൾഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് നമ്മൾ ഫോൾഡ് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കേക്ക് ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ആ ഒരു പാത്രത്തിൻ്റെ സൈഡിലിരിക്കുന്ന ബാക്കി ബാറ്ററൊക്കെ ആ ഒരു സ്പാറ്റില വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളൊരു സ്പാറ്റില എടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ബാറ്റർ വേസ്റ്റ് ആകാതെ നമുക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് വാങ്ങിക്കുക. അങ്ങനെ നമ്മൾ ബാറ്റർ മുഴുവനായിട്ടും കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ കേക്ക് ടിനടുത്ത് 2-3 ടാപ്പ് ചെയ്യണം. അതായത് ഒരു കൗണ്ടർ ടോപ്പിൽ 2-3 പ്രാവശ്യം ഒന്ന് ഇങ്ങനെ ഒന്ന് അടിക്കണം. അപ്പം അതിനകത്ത് എക്സ്ട്രാ ഉള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ള ബാറ്ററും കൂടെ നമ്മൾ വടിച്ച് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു 3-4 പ്രാവശ്യമൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഓവൻ്റെ ടൈം അപ്പായി. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ അപ്പോൾ നമ്മുടെ ഓവനൊക്കെ ഇപ്പോൾ പ്രീ ഹീറ്റായി കിടപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ട്രേ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും താഴത്തെ റാക്കിലാണ് കേക്കിൻ്റെ ട്രേ വെക്കുന്നത്. ഒരുപാട് മുകളിൽ വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു പെട്ടെന്ന് നമ്മുടെ കേക്കിൻ്റെ മോൾ ഭാഗം കരിഞ്ഞു പോകും. ഇനി നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 180 ഡിഗ്രി തന്നെയാണ്. 30 മിനിറ്റാണ് ടൈം സെറ്റ് ചെയ്യേണ്ടത്. എൻ്റെ ഈ ഒരു ഓവനിൽ 30 മിനിറ്റ് വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് ബേക്കാവും. ഓരോ ഓവൻ്റെ ടെമ്പറേച്ചറും സെറ്റിങ്സും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം 30 മിനിറ്റ് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഓവൻ തുറന്ന് നോക്കിയിട്ട് ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി. ഇപ്പോൾ ഞാൻ ഒരു 30 മിനിറ്റ് തന്നെ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ട്രേ കൗണ്ടർ ടോപ്പിലോട്ട് ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായിപ്പോയി. അതുകൊണ്ടാണ് ആ ഒരു വിള്ളൽ മുകളിൽ വന്നിട്ടുള്ളത്. ഇതൊരു ടീ കേക്ക് ആയതുകൊണ്ട് തന്നെ വിള്ളൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളിത് എന്തായാലും കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു കൂളിംഗ് റാക്കിലേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പേപ്പർ വെച്ചതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അത് ഡീമോൾഡ് ചെയ്യാൻ പറ്റി. ഇനി ഒരു പേപ്പറൊക്കെ മാറ്റിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് വിടുക.
എപ്പോഴും കേക്ക് ഒന്ന് തണുത്തതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഓവറായിട്ട് ബ്രൗൺ ആയിട്ടില്ല, കറക്റ്റ് പരുവത്തിൽ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തു നോക്കാം. നമ്മൾ ആദ്യം രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ടീ കേക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ ഒന്നും ബേക്ക് ചെയ്യാതെ ഒന്നും ഇരിപ്പില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാം താഴെ തൊട്ട് മുകളിൽ വരെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെയുള്ള ടീ കേക്കാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നിങ്ങളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുക. വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 2 ആഴ്ച വരെ കേടാകാതിരിക്കുന്നൊരു കേക്കാണ്. അപ്പോൾ നമ്മളെപ്പോഴും കേക്ക് എടുക്കുമ്പോഴൊക്കെ നനഞ്ഞ കൈയിടാതെയും നന്നായിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച വരെ ഇത് പ്രിസർവ് ചെയ്യാം. അതുപോലെ നമ്മളിതിൽ ആർട്ടിഫിഷ്യലായിട്ട് പ്രിസർവേറ്റീവോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കാത്ത കേക്കാണ്. പിന്നെ മധുരവും എണ്ണയൊക്കെ കുറച്ചൊക്കെ യൂസ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയൊരു കേക്കാണ്. അപ്പോൾ നല്ല സ്പോഞ്ച് കേക്ക് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്ന റെസിപ്പികൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ് ഞാൻ നെക്സ്റ്റ് വീക്കിലായിരിക്കും ഇടുന്നത്. അപ്പോൾ ഈ ആഴ്ച ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാനായിട്ട് കുറച്ച് താമസിച്ചത്. അതുപോലെ നമ്മൾ ഏതൊരു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സോഡയുടെ അതുപോലെ ബേക്കിംഗ് പൗഡറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ അടുത്ത ദിവസമൊക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന കാസ്റ്റേണിൻ്റെ ഒരു വലിയൊരു പാത്രമാണ്. അതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ടാണ് കേക്ക് ടിൻ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്തപോലെ തന്നെ ഈ പാത്രവും പ്രീഹീറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം കാസ്റ്റേണിൻ്റെ പാത്രം തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള വലിയ ഏതെങ്കിലും ചരുവം പോലെയുള്ള പാത്രം എടുത്തിട്ട് അതിനകത്ത് കേക്ക് ടിൻ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇതേ രീതിയിൽ ബേക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ കുറച്ചുകൂടെ സമയം വേണ്ടി വരും കേക്ക് ബേക്കായി കിട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക, ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പം ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ക്ലീനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ്. അപ്പോൾ അതേപോലെ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ മെയിൽ ഐ ഡിയിലേക്കോ സെൻഡ് ചെയ്ത് തരാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്